പിണറായി സർക്കാരിന്റെ അവതാരത്തിൽ കൊണ്ടുവന്ന പണിയല്ല. ഇത് UPA ഗവൺമെന്റ് കൊണ്ടുവന്ന സംഭവം. കേട്ടോ, ഇന്നത്തെ പൈസ കൊടുക്കുമോ? ഈ 3 ദിവസത്തെ പൈസ കൊടുക്കുമോ? നിങ്ങളെ ഒരു കാരണവുമില്ലാതെ വൈകുന്നേരം വരെ പിടിച്ചു വെച്ച പാർട്ടിക്കാരാണ് ഇവിടെ. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ നിഷേധിച്ചതിനെ തുടർന്ന് വെട്ടൂർ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു. കഴിഞ്ഞ 2 ദിവസമായി തൊഴിലുറപ്പിനെത്തുന്ന തൊഴിലാളികളുടെ തൊഴിൽ ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്നാരോപിച്ചായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചത്. ഇന്നത്തെ പൈസ കൊടുക്കുമോ? ഈ 3 ദിവസത്തെ പൈസ കൊടുക്കുമോ? 3 ദിവസം ഈ 2 ദിവസം പണി നഷ്ടപ്പെടുന്ന പൈസ കൊടുക്കുമോ? എന്നാൽ ഞങ്ങൾ സമ്മതിക്കാം നാളത്തേക്ക്. ഇല്ലെങ്കിൽ ഇന്നവരെ ഇറക്കിയേ പറ്റുള്ളൂ. അവരെ പൈസ നഷ്ടപ്പെടുത്താൻ പറ്റുന്നില്ല. പൈസ കൊടുക്കുമോ? നിങ്ങളെ ഒരു കാരണവുമില്ലാതെ വൈകുന്നേരം വരെ പിടിച്ചു വെച്ച പാർട്ടിക്കാരാണ് ഇവിടെ. ഒരു കാരണവുമില്ല. ഇത് കാരണത്തിന്റെ പേരാണ് ഞങ്ങൾ ഇരിക്കുന്നത്. പാവങ്ങളെ പണി നിഷേധിക്കാൻ അവകാശമില്ല. ഇത് പിണറായി സർക്കാരിന്റെ അവതാരത്തിൽ കൊണ്ടുവന്ന പണിയല്ല. ഇത് UPA ഗവൺമെന്റ് കൊണ്ടുവന്ന സംഭവം. കേട്ടോ, സോണിയാഗാന്ധി വിഭാവന ചെയ്ത് UPA ഗവൺമെന്റ് മൻമോഹൻ സിംഗിന്റെ സമയത്ത് കൊണ്ടുവന്ന പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. അതിനെ രാഷ്ട്രീയവൽക്കരിക്കേണ്ട കാര്യമില്ല, തരില്ല, അത് നടക്കില്ല. എന്തിനാണ് 3 ദിവസം പണി മുടക്കിയ? 3 ദിവസത്തെ പൈസ കൊടുക്കുന്നത് എന്തിനാണ്? 3 ദിവസത്തെ പൈസ മുടക്കിയ പാവങ്ങളല്ലേ? അവർ 100 ദിവസം വെച്ചാൽ അവർക്ക് മറ്റാനുകൂല്യം അതൊന്നും നഷ്ടപ്പെടുത്തിയില്ലേ? വർക്കലയിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത ജനസഭയിൽ പങ്കെടുത്തില്ല എന്നാരോപിച്ചാണ് തൊഴിലാളികളുടെ തൊഴിൽ നിഷേധിച്ചതെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഹസി ഹുസൈൻ പറഞ്ഞു. ഇവിടെ നടന്ന പിണറായിയുടെ ജനസദസ്സിൽ പങ്കെടുത്തില്ല എന്ന ഒരു കാരണവും മെമ്പറെ പ്രീതിപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാരണവും പറഞ്ഞ് ഈ പാവങ്ങളുടെ തൊഴിൽ നിഷേധിക്കുകയാണ്. ഞങ്ങളിന്ന് ഇവിടുത്തെ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളും മുൻ ജനപ്രതിനിധികളും ഇവിടെയുള്ള പാർട്ടിയുടെ ആളുകളുമായി സെക്രട്ടറിയെ കണ്ടപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ആദ്യം പറഞ്ഞത്. അവർക്ക് മനസ്സിലായി നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് എന്നുള്ളത് സെക്രട്ടറിക്ക് ബോധ്യമായി. അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട NRGSന്റെ AEയോട് ചോദിച്ചു. ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അവർ ചെയ്യുന്നത്. മസ്റ്റോളിൽ പേരോട് ആളിന് ജോലി കൊടുക്കണം. കഴിഞ്ഞ 3 ദിവസമായി പണി കൊടുക്കാതെ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തിയിരിക്കുക. 100 ദിവസം പണി പൂർത്തിയാക്കിയാൽ അവർക്ക് ധാരാളം ആനുകൂല്യം ലഭ്യമാകണം. ഞങ്ങൾക്കൊന്ന് പറയാനുള്ളൂ, ഇത് AKG സെന്ററിന് ഡയറക്ഷൻ കൊടുത്തിരിക്കുന്ന പണിയല്ല. ശ്രീ മൻമോഹൻ സിംഗിന്റെ സമയത്ത് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള ഒരു വിഭാവനം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ്. ഇതിന്റെ ഉപജ്ഞാതാക്കളും ഇത് കൊണ്ടുവന്നതും കോൺഗ്രസും UPAയുമാണ്. ഇതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. മാത്രമല്ല, രാഷ്ട്രീയത്തിന്റെ മുഖം പറഞ്ഞുകൊണ്ട് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാത്ത നിഷേധാത്മകമായ നിലപാടാണ് ഗ്രാമപഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലെ ഭരണപക്ഷത്തുള്ള മെമ്പർമാർ പല അഭിപ്രായത്തിലാണ്. ഇവിടെ പറഞ്ഞു കേട്ടത് പലരെയും ഭീഷണിപ്പെടുത്തി, ഈ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ മെമ്പറും മറ്റാരൊക്കെയും ഒന്ന് ഭീഷണിപ്പെടുത്തിയപ്പോ നമ്മുടെ NRGSന്റെ AE മസ്റ്റോൾ എടുക്കാതെയും അവരെ പണിക്ക് കടത്താതിരിക്കുക. ഞങ്ങൾ രാവിലെ 10 മണി തുടങ്ങിയ സമരം വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോയി. നമ്മുടെ പക്ഷത്ത് ന്യായവും നീതിയും ഉണ്ടെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ വർക്കല ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് മസ്റ്റോൾ എടുത്തുകൊണ്ടുവരികയും വർക്കല പോലീസ് ഉൾപ്പെടെയുള്ളവർ ധാരാളം ഇവിടെ വരികയും വളരെ വലിയ സംഭാഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ 2 തൊഴിലാളികളെയും ഇപ്പോൾ തന്നെ പണിക്ക് കയറ്റുകയാണ്. മണിക്കൂറുകൾക്ക് ശേഷമുള്ള ഉപരോധത്തിനിടയിൽ പഞ്ചായത്ത് അധികാരികൾ തൊഴിലാളികളുടെ ആവശ്യം പരിഹരിക്കുകയും ഉപരോധം അവസാനിപ്പിക്കുകയും ചെയ്തു. ദാരിദ്ര്യരേഖയ്ക്ക് പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലെ 2 പേരെ അറിഞ്ഞുകൊണ്ട് പഞ്ചായത്ത് മെമ്പറിന്റെ കാലിൽ പിടിച്ച് പരിപാടിക്ക് ചെല്ലാത്തതിന് കാലിൽ വീണ് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഈ 2 പേരെ ഞങ്ങൾ വെളിയിലാക്കും, അതുപോലെ ആര് കാണിച്ചാലും ഇതായിരിക്കും സ്ഥിതി എന്ന് പറഞ്ഞുകൊണ്ട് മസ്റ്റോളിൽ നിന്ന് അവരെ പേര് മാറ്റണമെന്ന് AEയുടെ ടേബിളിൽ പോയി ശക്തമായി വിരട്ടി പറയുകയും അതിന് വരി അവരുടെ തൊഴിൽ ഈ പ്രോജക്റ്റിനും അടുത്ത പ്രോജക്റ്റിനും വെക്കാതെ നിങ്ങൾ ഇനി പണി ചെയ്യണമെങ്കിൽ മെമ്പറിന്റെ കാലിൽ വീണ് മാപ്പ് ചോദിക്കണമെന്ന് പറയുകയും അതിനെ തുടർന്ന് ഇവിടുന്ന് നീതി ലഭിക്കാത്തത് കൊണ്ട്, പഞ്ചായത്തിൽ നിന്ന് നീതി അവർക്ക് ലഭിക്കാത്തത് കൊണ്ട് അവരത് ബ്ലോക്ക് പഞ്ചായത്തിലോട്ട് ജോയിന്റ് BDO കാണുകയും ജോയിന്റ് BDO അത് കറക്റ്റായിട്ട് അതിന്റെ അന്വേഷണം നടത്തി അവരെ ആ പണിക്ക് ഉൾപ്പെടുത്തണം എന്നുള്ള രീതിയിൽ എത്തിയതിനാൽ ആ പേര് ജോയിന്റ് BDO സിസ്റ്റത്തിൽ ആഡ് ചെയ്ത് ഇവിടെ വിടുകയും എന്നിട്ട് അത് ഇവിടുത്തെ AE അത് ആഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ഭരണസമിതി ശക്തമായി പറഞ്ഞവരെ ജോലി തെറിപ്പിക്കുമെന്നും ഇവിടുന്ന് അടിക്കുമെന്ന് വരെ ഭീഷണിപ്പെടുത്തിയതിന്റെ പിന്നിൽ അവർ ഈ തൊഴിലാളികളെ ഒഴിവാക്കി മസ്റ്റോൾ അടിച്ചു. ആ മസ്റ്റോൾ അടിച്ച് ആ കള്ളത്തരം കാണിച്ചതിനെതിരെ ഞങ്ങൾ കോൺഗ്രസിന്റെ ശക്തമായ പ്രതിഷേധവുമായി ഇന്ന് എത്തിയപ്പോൾ, ഈ പഞ്ചായത്ത് എത്തിയപ്പോൾ ഇപ്പോൾ സെക്രട്ടറി പറയുന്നു സെക്രട്ടറിയുടെ അറിവിൽ ഇത് എത്തിയിട്ടില്ലെന്നും സെക്രട്ടറിയും AEയും കൂടി ഇപ്പോ ഇവിടെ വന്ന് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനു വേണ്ടി ഉത്തരം തരുന്നത് ആ 2 ദിവസത്തെ അവർക്ക് നഷ്ടമായ
അതിന്റെ പ്രതിഫലം അവർ കയ്യിൽ നിന്ന് ആ പ്രതിഫലം കൊടുത്ത് ഇത് ഒഴിവാക്കണം, ഞങ്ങൾക്കെതിരെ ഈ ഒരു വിഷയം നിങ്ങൾ അത് നടപടിയായിട്ട് പോകരുതെന്ന് ഞങ്ങളുടെ കാലിൽ വീണ് പറഞ്ഞ് അവർ മാപ്പി വയ്ക്കുന്ന ഒരു രീതിയിൽ എത്തിയിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തകരായ വെട്ടൂർ ബിനു, ഷാലിം, മനു എന്നിവർ ഉപരോധത്തിന് നേതൃത്വം നൽകി. ഭാരത് വിഷൻ, വർക്കല.